സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാക്കിയെടുക്കുന്നതിന്, മിഥ്യയിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമുക്ക് പ്രധാനമായും അനേകം യോഗങ്ങളുണ്ടെങ്കിലും 3 മാർഗങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറയും. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഭക്തിയോഗത്തിൻ്റെ മാർഗത്തിൽ വരുമ്പോൾ സത്സംഗങ്ങൾ പ്രധാനമായിരിക്കുന്നു. ഭക്തി മാർഗത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, സത്സംഗം എന്ന് പറയുമ്പോൾ തന്നെ സത്തുമായിട്ടുള്ള ഒരു അടുപ്പം തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്. സത്ത് എന്നാൽ എന്ത് എന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. ത്രികാലേ അഭിതിഷ്ഠതി ഇതി സത്ത്. എല്ലാ കാലത്തും മാറ്റമില്ലാതെ തുടരുന്നതെന്തോ അതാണ് സത്ത്. അപ്പോൾ ആ മാർഗത്തിലേക്ക് അനേകം ശാസ്ത്രങ്ങളുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം, അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ, യത് സാരഭൂതം തദുപാസിതവ്യം, ഹംസോ യഥാ ക്ഷീരമിവംബുമിശ്രം. ഒരു മാർഗത്തിൽ ഏത് മാർഗത്തിൽ പോകണം എന്ന് ചിന്തിച്ചിട്ട് അതിലേക്കുള്ള സാധനകളിൽ ഓരോരുത്തരും വ്യാപൃതരാകുമ്പോൾ ശാസ്ത്രങ്ങൾ അനവധിയാണ്. അനന്തശാസ്ത്രം അറിയുവാനേറെയുണ്ട്. ബഹുവേദിതവ്യം. എത്രയാ ജ്ഞാനം ഒരിക്കലും വറ്റിപ്പോകുന്നില്ല, തീരുന്നില്ല. അല്പശ്ചകാലഃ, കാലം എത്രയുണ്ട്? ഒരു പുരുഷായുസ്. ഇതിനിടയ്ക്ക് ശ്രമിക്കാമെന്ന് ചിന്തിച്ചാൽ തന്നെ ബഹവശ്ച വിഘ്നാഃ, വിഘ്നങ്ങളേറെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യത് സാരഭൂതം തത് ഉപാസിതവ്യം. സാരഭൂതമായതെന്തോ, സാരം പകർന്നു തരുന്നതെന്തോ അത് ഉപാസിക്കപ്പെടേണ്ടതാണ്. ഏതുപോലെ? ഹംസോ യഥാ ക്ഷീരമിവംബുമിശ്രം. ഒരു അന്നത്തിൻ്റെ മുമ്പിൽ, അരയന്നത്തിൻ്റെ മുമ്പിൽ പാലും വെള്ളവും കലർന്ന മിശ്രിതം കൊണ്ടുവച്ചാൽ അത് വെള്ളത്തെ തള്ളി പാലിനെ സ്വീകരിക്കുമത്രേ. പരമഹംസന്മാർ ചെയ്യുന്നത് അതാണ്. അതായത് ഈ അസത്തായ പ്രപഞ്ചത്തെ തള്ളി അതിനെ പ്രകാശിപ്പിക്കുന്ന സത്തിനെയാണ് പരമഹംസന്മാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ അസത്തിനെ തള്ളി സത്തിനെ സ്വീകരിക്കുവാൻ ഈ മാർഗം ഉപകരിക്കുക തന്നെ ചെയ്യും.